BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വുമൺ ഓൺ വീൽസ് പദ്ധതിയിൽ സൗജന്യ നിരക്കിൽ ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റി വർഷമൊന്നായിട്ടും വാഹനങ്ങൾ ലഭിക്കാത്തതിൽ കടുത്ത പ്രതിഷേധം. നാഷണൽ NGO കോൺഫെഡറേഷൻ സഹകരണത്തോടെ പറവൂരിലെ ജനസേവ സമിതി ട്രസ്റ്റ് മുഖേന പണം നൽകിയ 2200 സ്ത്രീകൾക്ക് ഇതുവരെ ഇരുചക്ര വാഹനങ്ങൾ ലഭിച്ചിട്ടില്ല. ഒരു വർഷം മുൻപ് പണം അടച്ചവർ ഉൾപ്പെടെ 100 കണക്കിന് സ്ത്രീകളാണ് ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച തടിച്ചുകൂടിയത്. വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും ലഭിക്കാത്തവർ തിങ്കളാഴ്ച പ്രതിഷേധവുമായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ട്രസ്റ്റ് ഓഫീസിലെത്തി. പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്തെത്തിയ പോലീസിന്റെ സാന്നിധ്യത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് പരാതിക്കാർ പിരിഞ്ഞുപോയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലെ പ്രധാനിയെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, മൊബൈൽ ഫോൺ, വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയവയും നൽകുന്ന പദ്ധതി പ്രമുഖ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്നുവെന്നാണ് പറഞ്ഞിരുന്നത്. ബുക്ക് ചെയ്താൽ 100 ദിവസത്തിനുള്ളിൽ ഇരുചക്ര വാഹനങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാലാവധിക്കുള്ളിൽ പലർക്കും ലഭിച്ചില്ല. കൂടുതൽ പേരിൽ നിന്ന് തുക വാങ്ങിയ ശേഷം കുറച്ചു പേർക്ക് മാത്രമേ വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകിയിട്ടുള്ളൂവെന്നാണ് ആക്ഷേപം. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ N. മധു, കോർഡിനേറ്റർ CG മേരി, ഉപദേശക സമിതി അംഗം S. രാജൻ എന്നിവരുമായാണ് പരാതിക്കാർ ചർച്ച നടത്തിയത്. സംസ്ഥാനത്ത് 179 സെന്ററുകൾ വഴി നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും ജനങ്ങൾ തന്നെ പണം നാഷണൽ NGO കോൺഫെഡറേഷൻ അക്കൗണ്ടിലേക്ക് അടച്ചെന്നുമാണ് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത്. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 3 ഇടങ്ങളിൽ കൂടി കേസ് രജിസ്റ്റർ ചെയ്തു. ഇരാറ്റുപേട്ട, പൊൻകുന്നം, കോതമംഗലം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് എടുത്തിരിക്കുന്നത്. പിടിയിലായ അനന്തകൃഷ്ണന്റെ കൊച്ചിയിലെ ഫ്ളാറ്റുകളിൽ പോലീസ് പരിശോധന നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ഇരാറ്റുപേട്ടയിൽ 800 പേരിൽ നിന്നാണ് പണം വാങ്ങിയതെന്നാണ് വിവരം. ജൂലൈയിലാണ് പണം വാങ്ങിയത്. എന്നാൽ ഇതുവരെ വാഹനങ്ങൾ നൽകിയിട്ടില്ല. മൂവാറ്റുപുഴയിൽ 1250ഓളം പേരിൽ നിന്ന് പണം വാങ്ങിയതിൽ 100ഓളം പേർക്ക് വാഹനം നൽകിയിരുന്നു. കോതമംഗലത്ത് 200 പേർ പണം നൽകിയിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുള്ള സ്ഥാപനത്തിന്റെ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് തിങ്കളാഴ്ച അടച്ചുപൂട്ടി. ഓഫീസ് അടഞ്ഞുകിടക്കുകയാണെങ്കിലും പണം നഷ്ടമായ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. ഇതിനിടെ റിമാൻഡിൽ കഴിയുന്ന അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ലഭ്യമാക്കാൻ തിങ്കളാഴ്ച പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിശോധനയിൽ അടഞ്ഞുകിടന്ന റോഡിൽ നിന്ന് 2 കോടി വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ASPയുടെ പ്രത്യേക ടീമാണ് പെരുമ്പാവൂർ വല്ലം റയോൺ കമ്പനിക്ക് സമീപമുള്ള ഗോഡൌണിൽ റെയ്ഡ് നടത്തി 400ഓളം ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. തിരുവനന്തപുരം സ്വദേശിയായ അയ്യൂബ് ഖാൻ ഉടമസ്ഥതയിലുള്ള ഗോഡൌണാണിത്. അയ്യൂബ് ഖാൻ വല്ലം സ്വദേശിയായ അബ്ദുൾ അസീസിനെ ഗോഡൌൺ നോക്കി നടത്താൻ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഇയാളിൽ നിന്ന് വല്ലം കുന്നത്ത് വീട്ടിൽ സുബൈറാണ് ഗോഡൌൺ എടുത്തിരുന്നത്. പ്ലാസ്റ്റിക് കമ്പനിയുടെ മറവിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നത്. കുറച്ചുനാളായി ഗോഡൌൺ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു. രാത്രികാലങ്ങളിലാണ് ഗോഡൌണിൽ വലിയ ലോറികളിൽ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത്. അവിടെ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുകിട കച്ചവടക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസം മുടിക്കലിലുള്ള ഗോഡൌണിൽ നിന്ന് 500 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും സിഗരറ്റും പിടികൂടിയിരുന്നു. DYSP PM ബൈജു, ഇൻസ്പെക്ടർ TM സൂഫി, സബ് ഇൻസ്പെക്ടർമാരായ റിൻസെം തോമസ്, PM റാസിക്, ASP അബ്ദുൾ മനാഫ്, സീനിയർ CPOമാരായ T. അഫ്സൽ, വർഗീസ് T. വേണാട്ട്, അജിത് മോഹൻ, MV ജയന്തി, സന്ദീപ് എന്നിവരാണ് പരിശോധന നടത്തിയത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. വൈറ്റ്ലയിലെ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 2 ടവറുകൾ പൊളിക്കണമെന്ന് ഉത്തരവിട്ട് ഹൈക്കോടതി. ചന്ദർകുഞ്ച് എന്ന ഫ്ളാറ്റിന്റെ BC ടവറുകളാണ് പൊളിച്ചു പണിയേണ്ടത്. ഫ്ളാറ്റുകൾ സുരക്ഷിതമല്ലെന്ന് കാണിച്ച് താമസക്കാരെ തന്നെ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 3 ടവറുകളാണ് ഇവിടെയുള്ളത്. സൈനിക ഉദ്യോഗസ്ഥർക്കും വിരമിച്ചവർക്കുമായിട്ടാണ് 2018 ഫ്ളാറ്റ് നിർമ്മിച്ചത്. ബലക്ഷയം സംഭവിച്ച ഫ്ളാറ്റിന്റെ 2 ടവറുകളിൽ താമസക്കാർ തുടരുന്നത് സുരക്ഷിതമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. 2 ടവറുകൾ പൊളിച്ചു നീക്കാനും പുതിയത് പണിയാനും ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന് കോടതി നിർദ്ദേശം നൽകി.
ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കുന്നതിനും പുതിയത് പണിയുന്നതിനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കണമെന്നും നിലവിലുള്ള ഫ്ളാറ്റുകളുടെ അതേ സൗകര്യവും വലിപ്പവും പുതുതായി നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾക്ക് വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. 3 ടവറുകളായി 264 ഫ്ളാറ്റുകളാണ് സ്ഥലത്തുള്ളത്. ഫ്ളാറ്റുകളുടെ താമസക്കാർക്ക് പ്രതിമാസ വാടക നൽകണമെന്നും പുതിയ ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാകും വരെ അത് തുടരണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. 21,000 മുതൽ 23,000 രൂപ വരെ മാസ വാടക ഇനത്തിൽ നൽകണമെന്നാണ് നിർദ്ദേശം. 1,00,000 രൂപ യൂസർ ഫീ ഈടാക്കുന്നതിന് പുറമെ 1,00,000 രൂപ ക്ഷേമനിധി വിഹിതം കൂടി അടയ്ക്കണമെന്ന ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനം കൊച്ചി ഫിഷറീസ് ഹാർബറിലെ ഇതര സംസ്ഥാന ബോട്ടുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നു. യൂസർ ഫീയായി 25,000 രൂപയാണ് തുത്തൂർ, ചിന്നത്തുറ, വളുവിള എന്നിവിടങ്ങളിലേക്കുള്ള ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ അടച്ചിരുന്നത്. നേരത്തെ ഈ തുക ക്ഷേമനിധിയിലേക്കാണ് അടച്ചിരുന്നത്. എന്നാൽ 2022 ഫിഷറീസ് വകുപ്പ് തുക ക്ഷേമനിധിയിലേക്ക് ഇല്ലെന്നും യൂസർ ഫീ ആണെന്നും അറിയിച്ചു. ഇരുട്ടടിയായി ഇപ്പോൾ യൂസർ ഫീക്ക് പുറമെ 25,000 രൂപ ക്ഷേമനിധിയിലേക്ക് അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ധനവില വർധനവും മത്സ്യലഭ്യത കുറവും മൂലം ബോട്ടുകൾ പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ്. 50,000 രൂപ നൽകി ബോട്ടുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമല്ലെന്നാണ് ഹാർബറിംഗിലെ ബൈയിങ് ഏജന്റുമാരും തൊഴിലാളികളും പറയുന്നത്. 500ഓളം ബോട്ടുകൾ നേരത്തെ പ്രതിമാസം കൊച്ചി ഹാർബറിൽ കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ 100-ൽ താഴെ ബോട്ടുകൾ മാത്രമാണ് കയറുന്നത്. ബോട്ടുകൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഇവിടെ ഈ ബോട്ടുകൾ ഡീസൽ സബ്സിഡിയും മറ്റ് വിവിധ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. അയൽ സംസ്ഥാന ബോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും 25,000 പേരാണ് ഉപജീവനം നടത്തി വരുന്നത്. നിരവധി കയറ്റുമതി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മട്ടാഞ്ചേരി ബസാർ, കൊച്ചി തുറമുഖം എന്നീ കേന്ദ്രങ്ങൾ തൊഴിലുകൾ കുറഞ്ഞതോടെ കൊച്ചി ഹാർബറാണ് നാട്ടിലെ പ്രധാന ഉപജീവന മാർഗം. ബോട്ടുകളുടെ ക്ഷേമനിധി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് KJ മാക്സി MLAയുടെ നേതൃത്വത്തിൽ ഹാർബർ പ്രതിനിധി സംഘം ഫിഷറീസ് മന്ത്രി സജി ചെറിയാന് നിവേദനം നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.